ഒന്നിച്ച് വിട പറഞ്ഞ 4 കൂട്ടുകാരികൾ. കണ്ണീരോടെ നാട്. പാലക്കാട് കരിമ്പയിൽ ലോറി പാഞ്ഞുകയറി മരിച്ച 4 വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ കബറടക്കി. തൊട്ടടുത്ത കബറുകളിൽ റിദയ്ക്കും നിദയ്ക്കും ആയിഷയ്ക്കും ഇർഫാനയ്ക്കും അന്ത്യവിശ്രമം. ചാണ്ടി ഉമ്മനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. ചാണ്ടിയുടെ പരാതികൾ ഹൈക്കമാൻഡ് കേൾക്കും. പാർട്ടിയെ വെട്ടിലാക്കുന്ന പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ. പുഷ്പ 2 റിലീസിനിടെ സ്ത്രീ മരിച്ച സംഭവത്തിൽ പോലീസ് നടപടി. അറസ്റ്റിലായത് ഹൈദരാബാദ് ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്ന്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്കരോഗത്തിന് ചികിത്സയിലിരിക്കെ ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ അന്ത്യം. പ്രധാന സാക്ഷിയുടെ മരണം കേസിൽ അന്തിമവാദം നടക്കുന്നതിനിടെ. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ചു. 3-ാം പ്രതി MK നാസറിന് ജാമ്യം. 9 വർഷം ജയിലിൽ കിടന്നതിനാൽ ജാമ്യത്തിന് അർഹനെന്ന് കോടതി. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ശബരിമലയിൽ കനത്ത മഴ. തമിഴ്നാട്ടിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കുറ്റാലത്ത് മലവെള്ളപ്പാച്ചിൽ. आपके तारीफ सुनने के लिए हम नहीं आए साहब, आपकी तारीफ सुनने के लिए नहीं आए. രാജ്യസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖറെ മാറ്റാനുള്ള പ്രതിപക്ഷ പ്രമേയത്തെ ചൊല്ലി ബഹളം. ധൻഖറും ഖർഗെയും തമ്മിൽ വാക്പോര്. പ്രമേയത്തെ കർഷക ജാട്ട് വികാരം ഉയർത്തി പ്രതിരോധിക്കാൻ ഭരണപക്ഷ നീക്കം. പാലക്കാട് പനയംപാടത്ത് ലോറി പാഞ്ഞുകയറി മരിച്ച 4 വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ കബറടക്കി. ഹൃദയഭേദകമായിരുന്നു 4 പെൺകുഞ്ഞുങ്ങൾക്കും പനയംപാടം വിട നൽകുന്ന കാഴ്ചകൾ. ആയിഷയും നിദയും റിദയും ഇർഫാനയും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ആ കൂട്ടുകാർക്കും നാട്ടുകാർക്കും. ഇന്നലെ രാത്രി മുതൽ പനയംപാടക്കാർ ഉറങ്ങിയിട്ടില്ല, ഉണ്ടിട്ടില്ല. പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലുമാകാതെ രാത്രി പകലാക്കി. കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റി. പുലർച്ചയോടെ കുഞ്ഞുമക്കൾ അവരവരുടെ വീടുകളിലേക്ക്, പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് അവസാനമായി എത്തി. കരഞ്ഞുപറ്റിയ കണ്ണുകൾ പിന്നെയും നിർത്താതെ കരഞ്ഞു. ഇടനെഞ്ചു പൊട്ടി ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും. ഓരോ വീട്ടിലെയും കാഴ്ചകൾ ഹൃദയഭേദകം. വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെത്തിയ നേരം മുതൽ അണമുറിയാത്ത പ്രവാഹമായിരുന്നു. അവരെ നേരിട്ടറിയുന്നവരും അറിയാത്തവരുമെല്ലാം അന്ത്യനിദ്രയിലാണ്ട കുഞ്ഞുങ്ങളെ കണ്ടവർ വിതുമ്പിക്കരഞ്ഞു. പിന്നെ അതൊരേങ്ങനായി. എങ്ങോ വിലാപം മാത്രം.
കൂട്ടുകാരികളെത്തിയപ്പോഴേക്കും സങ്കടക്കടൽ അണപൊട്ടിയൊഴുകി. പ്രിയപ്പെട്ടവരെ കണ്ട് അലറിക്കരഞ്ഞ സഹപാഠികൾ, വീണ്ടും വീണ്ടും പേര് വിളിച്ച് നിലവിട്ടുകരയുന്ന കൂട്ടുകാർ, പ്രിയ കൂട്ടുകാരിയെ വിട്ടുകൊടുക്കാനാകാതെ തട്ടി വിളിക്കുന്നവർ. മക്കൾക്കരികിൽ നിന്ന് മാറാതെ നിൽക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും പാതിബോധത്തിലായിരുന്നു. കരഞ്ഞു മയങ്ങുന്നവരെ ബന്ധുക്കൾ താങ്ങി. അധ്യാപകരും നാട്ടുകാരുമായി പിന്നെയും ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. രാവിലെ 8:30 കരിമ്പനക്കൽ ഹാളിലും പൊതുദർശനം. വന്നുപോയവരെല്ലാം തേങ്ങിക്കരഞ്ഞു. ഒടുവിൽ ആയിഷയെ കാണാൻ മൂത്ത സഹോദരിയുമെത്തി. ഡൽഹിയിൽ പഠിക്കാൻ പോയവൾ കുഞ്ഞനുജത്തിയുടെ ചേതനയറ്റ ശരീരം കണ്ട് വിങ്ങിപ്പൊട്ടി. പൊതുദർശനത്തിന് പിന്നാലെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക്. അവിടെ അടുത്തടുത്തായി ഖബറിടങ്ങൾ. ചെറിയ പ്രാർത്ഥന. ഈ കുട്ടികളുടെ വിരുന്നുപോക്ക് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു കൊണ്ടുവരുന്നാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു മനസ്സിലാക്കും. ഓരോരുത്തരായി ഖബറിലേക്ക്. അപ്പോഴൊക്കെയും പനയംപാടത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. കണ്ണീർ വാർത്ത് നാടും പ്രിയമക്കൾക്ക് വിട നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്ര ഇപ്പോഴും ഞെട്ടലിലാണ്. അപകടത്തെപ്പറ്റി കൂടുതലൊന്നും ഓർത്തെടുക്കാൻ ഈ കുട്ടിക്ക് കഴിയുന്നില്ല. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്നയാണ് എന്നോടൊപ്പം ചേരുന്നത്. മോള് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം, പറഞ്ഞതാണെന്ന് അറിയാം. എന്തായാലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്താ സംഭവിച്ചത്? മണ്ണാർക്കാട് ഭാഗത്തുനിന്നൊരു ലോറി വരുന്നുണ്ടായിരുന്നു. പാലക്കാട് ഭാഗത്തുനിന്നൊരു സിമെന്റ് ലോറി വരുന്നുണ്ടായിരുന്നു. രണ്ടും പാടെ ഇടിച്ചപ്പോൾ ഈ സിമെന്റ് ലോറി നേരെ എൻ്റെ ഞാനിൽ നിന്ന് 4 പേരിന് ഇടിക്കുകയായിരുന്നു. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇപ്പൊ കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വീഴുമെന്ന് എനിക്ക് ഓർമ്മയില്ല. മോള് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ മുതൽ ഭക്ഷണം കഴിക്കാണ്ട് എന്നാണ് ഇനി സ്കൂൾക്ക് പോകില്ല. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പോയി, എനിക്ക് തോന്നല്ല. ഒരാളെ മാത്രം കണ്ടില്ല പറഞ്ഞു, ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു പറഞ്ഞു. ഇർഫാന ഷെറി എളാപ്പാൻ്റെ മകളാണ്. LKG മുതൽ അവളും ഒപ്പ പോയിരുന്നു. അവിടെ പോയി കാണുകയാണ് ചെയ്തത്. വീട്ടിൽ പോയിട്ടാണ് കണ്ടു. അവിടെയും പോയി, ഓഡിറ്റോറിയത്തിനും പോയി, വീട്ടിലും പോയി, എല്ലാരെയും കണ്ടു. ഒന്നും കൂടുതൽ ചോദിക്കാമല്ലോ മോള് ധൈര്യമായിട്ടിരിക്കുക. ഒക്കെ മറികടക്കാൻ പറ്റട്ടെ, അത്ര മാത്രമേ പറയുള്ളൂ കേട്ടോ. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പാലക്കാട് പനയമ്പാടം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ വിളിച്ച യോഗം 2 മണിക്കാണ്. അപകടത്തിൽപ്പെട്ട വാഹനം പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധിച്ചു. സ്ഥിരം അപകട മേഖലയായ പനയമ്പാടം റോഡിൽ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യങ്ങൾ ചർച്ചയാകും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇന്നലെ അപകടത്തിന് ശേഷം നാട്ടുകാർ വലിയ പ്രതിഷേധമുണ്ടാക്കിയത് ഈ കാരണത്തിനായിരുന്നു. അതായത് അവിടെ റോഡ് അത് മോശം അവസ്ഥയിലാണ്, അതിന്റെ അലൈൻമെന്റ് ശരിയല്ല, ഇത്തരം കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ എന്താണ് ഈ ചർച്ചയുടെ ഉദ്ദേശം? ഇന്ന് കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ട്. ആ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണല്ലോ നാട്ടുകാർ ഇന്നലെ പിന്മാറാൻ പോലും തയ്യാറായത്. എന്താണ് യോഗത്തിൽ ചർച്ചയാവുക? മജുഷ, ഞാൻ ഈ നിൽക്കുന്നത് പനയമ്പാടത്ത് ഈ അപകടം നടന്ന ഈ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എക്സാക്റ്റ് ഈ അപകടം നടന്ന ഇപ്പോൾ നമുക്ക് കാണാം, ഒരു KSEBയുടെ ജോലി ഇവിടെ പുരോഗമിക്കുന്നത് കാണാം. അവിടെയാണ് ഈ സിമെൻറ്റ് ലോറി മറിഞ്ഞത്. നമുക്ക് അവിടെ സിമെൻറ്റ് ചാക്കുകൾ കാണാം. ഇവിടെയാണ് അപകടം ഉണ്ടായത്. നമുക്ക് ഈ റോഡിൻ്റെ ഒരു ഘടന കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ചെരിഞ്ഞാണ്
ഇവിടെ ഉള്ളത്. അതായത് ഞാൻ ഈ നിൽക്കുന്ന ഇടത്തിന് മറുവശത്ത്, ആ ലോറി മറിഞ്ഞ വശത്ത് റോഡ് ഉയർന്നും ഞാൻ ഈ നിൽക്കുന്ന, അതായത് ഇവിടെ റോഡ് താഴ്ന്നുമാണ്. അതായത് അവിടെ നിന്നും ഇങ്ങോട്ട് ഗുരുത്വാകർഷണ പ്രകാരം വാഹനങ്ങൾക്ക് ഒരു ചെരുവ് വരും ഓടിക്കുമ്പോൾ എന്നുള്ളതാണ് അതിലൊരു വസ്തുത. രണ്ടാമതായിട്ട് ഇവിടെ മുതൽ ഒരു 1/2 കിലോമീറ്ററോളം ദൂരം ഇത്തരത്തിൽ വളഞ്ഞാണ് റോഡ് പോകുന്നത്. നമുക്കിവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും, റോഡ് അവിടെ മുതൽ ഇവിടം വരേക്ക് ഒരു വളവുണ്ട് ഈ റോഡിന്. അപ്പോൾ ഈ വളവും ചെരുവും ഇത് രണ്ടും ഇവിടെ വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കിവിടെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മുകളിൽ നിന്നുള്ള വെള്ളമെല്ലാം തന്നെ ഈ ഭാഗത്താണ് വന്ന് കുത്തിയൊലിച്ച് കിടക്കുക. അതും ഈ റോഡിൻ്റെ ഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സാങ്കേതികമായിട്ട് ഒരു തരത്തിലും ശാസ്ത്രീയ പഠനമോ പരിശോധനയോ ഇല്ലാതെയാണ് ഈ റോഡിൻ്റെ അലൈൻമെൻറ്റ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ അപ്പുറത്ത് ഈ റോഡിൻ്റെ ചെരിവ് അല്ലെങ്കിൽ ഉയർന്ന ഭാഗം സമതലത്തിലാക്കി അപ്പുറത്തൊരു ഡ്രെയിനേജ് നിർമ്മിച്ച് റോഡിൻ്റെ ഘടന മാറ്റുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വളവ് നികത്തുവാൻ ഇവിടെ ഭൂമി ഏറ്റെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് ഇല്ലാത്തൊരു സാഹചര്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്, കൃത്യമായ പരിശോധന നടത്തി കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ചുകൂടി ഭൂമി ഏറ്റെടുത്ത് ഈ വളവ് നികത്തുന്ന തരത്തിലേക്ക് ഈ റോഡ് റീ അലൈൻമെൻറ്റ് ചെയ്യണം എന്ന ഒരു ആവശ്യവും ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു കാരണം. അവിടെ നിന്നും, അതായത് പാലക്കാട് ഭാഗത്ത്, പാലക്കാട് ചെർപ്പളശ്ശേരി കോഴിക്കോട് ചെർപ്പളശ്ശേരി ഭാഗത്ത് നിന്നും പാലക്കാട്ടേക്ക് വരുന്ന വാഹനങ്ങൾ ആ വളവ് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ലോറികളൊക്കെ ആണെങ്കിൽ അവർ പലപ്പോഴും ഇറക്കമായതുകൊണ്ട് ന്യൂട്രലായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിയന്ത്രിക്കാൻ എളുപ്പമാവില്ല. മാത്രമല്ല ഇവിടെ ചെരുവുള്ളത് കൊണ്ട് വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി അങ്ങ് മറിയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണ് ഈ അപകടങ്ങൾ ഇവിടെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ആദ്യത്തെ അപകടമല്ല, ഒരുപക്ഷെ അവസാനത്തെ അപകടമാകണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വലിയ പ്രതിഷേധം നാട്ടുകാർ സംഘടിപ്പിച്ചതും അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഈ ഒരു അവലോകന യോഗം കളക്ടറുടെയും മന്ത്രിയുടെയൊക്കെ നേതൃത്വത്തിൽ ചേരുവാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണവും ഇതുതന്നെയാണ്. ഇതൊരു അവസാനത്തെ അപകടമായേ തീരൂ, ഇനിയും കൂടുതൽ അപകടങ്ങൾ ഇവിടെ പാടില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു അത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഇവിടെ ഉയരുന്നത് കൊണ്ടാണ്. എന്താണെങ്കിലും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് യോഗം വിളിച്ചിട്ടുള്ളത്. ദേശീയപാതയാണിത്, ദേശീയപാത 66ആണ്. സ്വാഭാവികമായിട്ടും ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ദേശീയപാത അതോറിറ്റിയുമായിട്ടൊക്കെ കൂടിയാലോചിച്ചിട്ട് വേണം. പക്ഷേ സ്ഥിരമായ അപകടം ഉണ്ടാക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് ഇത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കേണ്ട വിഷയമാണ് എന്ന് തന്നെയാണ് നാടൊന്നാകെ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ജില്ലാ കളക്ടർ യോഗം വിളിച്ചിരിക്കുന്നത്. അതിനിടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ദേശീയപാത അതോറിറ്റിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അലൈൻമെന്റ് നിശ്ചയിക്കുന്നതിലുള്ള ആ ഒരു പ്രശ്നങ്ങളാണ് ഗതാഗത മന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പലപ്പോഴും ദേശീയപാത അതോറിറ്റി ഇങ്ങനെ തീരുമാനമെടുക്കുന്നത് എന്നാണ് ഗതാഗത മന്ത്രി ആക്ഷേപമായി പറഞ്ഞിട്ടുള്ളത്. മരണത്തിലും ഇണപിരിയാതെയായിരുന്നു അവർ 4 പേരും. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയെ ജീവിതത്തിലേക്ക് തിരികെ വിട്ടാണ് അവർ ഒരുമിച്ച് മടങ്ങിയത്. വിശ്വസിക്കാനാകാതെ ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് അധ്യാപകരും കൂട്ടുകാരും. അവർ 4 പേർ: ആയിഷ, മിത, റിത, ഇർഫാന. ഒന്നിച്ച് നടന്നവർ, ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് കളിച്ചവർ, ഒന്നിച്ചെടുത്ത ഫോട്ടോകൾ നിരവധി. മരണത്തിലും അവർ ഒന്നിച്ചു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു 5 പേർ. കഴിഞ്ഞ പരീക്ഷയെ വിലയിരുത്തി വരാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് നടന്നു നീങ്ങിയത്. എന്നാൽ മറ്റൊരു പരീക്ഷയ്ക്കും കാത്തുനിൽക്കാതെ അവരിൽ 4 പേർ മടങ്ങി. ഉറ്റ കൂട്ടുകാരി അജ്ന ഷെറിൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വൈകുന്നേരമാണ് നാടിനെ നടുക്കിയ അപകടം. കൂട്ടുകാർ ഒരുമിച്ച് റോഡിനരികിലൂടെ തന്നെയാണ് നടന്നുപോയത്. സിമന്റ് ലോറിയുടെ രൂപത്തിൽ പാഞ്ഞെത്തിയ മരണം അവരെ കവർന്നെടുക്കുകയായിരുന്നു. അവരുടെ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ അവസാന യാത്രയും. സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞു കാണാം അവർ 5 പേർ നടന്നു നീങ്ങുന്നത്. പിന്നാലെ പാഞ്ഞു പോകുന്ന ലോറിയും. നിമിഷനേരം കൊണ്ട് എല്ലാം അവസാനിക്കുകയായിരുന്നു. എട്ടാം ക്ലാസ്സിലാണ് ഇവർ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത്. അതിനു മുൻപേ കൂട്ടുകാരായിരുന്നു ഇവർ. ഇർഫാനയും ആയിഷയും ഒരേ ക്ലാസ്സിലായിരുന്നു. മിതയും റിതയും മറ്റൊരു ക്ലാസ്സിൽ. 2 ക്ലാസ്സുകളിലായിരുന്നെങ്കിലും അവർ ഇടവേളകളിലെല്ലാം ഒന്നിച്ചായിരുന്നുവെന്ന് അധ്യാപിക ശ്രീലത ഓർക്കുന്നു. മിടുക്കികളായിരുന്നു 4 പേരും.
കഴിഞ്ഞ കലോത്സവത്തിൽ ഒപ്പനയിലെ മണവാട്ടിയായിരുന്നു ആയിഷ. പഠനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കർ. അവർ എഴുതി പൂർത്തിയാക്കിയ മലയാളം പരീക്ഷയുടെ പേപ്പർ ഇപ്പോഴും കയ്യിലിരിക്കുന്നുവെന്ന് പറഞ്ഞ് വിതുമ്പുകയാണ് അവരുടെ മലയാളം ടീച്ചർ കൂടിയായ ശ്രീലത. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പ്രിയ കൂട്ടുകാർ ഒരുമിച്ച് മടങ്ങുമ്പോൾ പകച്ചു നിൽക്കുകയാണ് ഒറ്റയ്ക്കായി പോയ അജ്ന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്. എറണാകുളം ലോ കോളേജിന് മുന്നിൽ കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാൻ ഡ്രൈവർ മരിച്ചു. എറണാകുളം വടുതല സ്വദേശി ജോണിയാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന തമ്മനം സ്വദേശി ഷമീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 6:30യോടുകൂടിയായിരുന്നു അപകടം. നേവൽ ബേസ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന വാനിൽ തെറ്റായ ദിശയിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. കൊച്ചി കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളാണ് വാൻ വെട്ടിപ്പൊളിച്ച് ജോണിയെ പുറത്തെടുത്തത്. ഉടൻ സമീപത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സ്കൂൾ കുട്ടികളുമായി സർവീസ് നടത്തിയിരുന്ന വാഹനമായിരുന്നു ജോണിയുടേത്. അപകട സമയത്ത് ജോണി മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. എറണാകുളം തമ്മനം സ്വദേശി ഷമീറാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാളെ സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിന്റെ അമിത വേഗമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെയുണ്ടായ മഴയും അപകടത്തിന് ആക്കം കൂട്ടി. ജോണിയുടെ മൃതദേഹം തുടർ നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്ക ഹൃദയരോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു ബാലചന്ദ്രകുമാർ. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 5:30-ക്കായിരുന്നു അന്ത്യം. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിലേക്ക് നയിച്ച വെളിപ്പെടുത്തലുകൾ ബാലചന്ദ്രകുമാറിന്റേതായിരുന്നു. തുടർന്ന് വധഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ദിലീപിനെതിരെ ചുമത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നെന്ന വെളിപ്പെടുത്തലും വലിയ ചർച്ചയായി. ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കുന്ന നിരവധി ഓഡിയോ ക്ലിപ്പുകളടക്കം തെളിവായി നൽകി. നടി ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് വീട്ടിലിരുന്ന് കണ്ടു എന്ന് വെളിപ്പെടുത്തൽ. ഒരു VIP വഴിയാണ് ദിലീപിന്റെ പക്കൽ ദൃശ്യങ്ങളെത്തിയത്. കേസിലെ 1-ാം പ്രതി പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള അടുത്ത ബന്ധം വെളിപ്പെടുത്തിയതടക്കം ബാലചന്ദ്രകുമാറാണ്. ആദ്യം മാധ്യമങ്ങളിലൂടെയായിരുന്നു വെളിപ്പെടുത്തൽ. മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകാൻ കോടതി നിർദ്ദേശിച്ചു. പിന്നീട് മൊഴി മാറ്റാതിരിക്കാനായിരുന്നു ഈ നിർദ്ദേശം. പ്രലോഭനത്തിനോ സമ്മർദ്ദത്തിനോ ഭീഷണിക്കോ വഴങ്ങില്ലെന്നും മരണം വരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നും പറഞ്ഞ ബാലചന്ദ്രകുമാർ അത് പാലിച്ചാണ് മടങ്ങുന്നത്. ബാലചന്ദ്രകുമാർ നൽകിയ തെളിവുകളും 51 പേജ് നീളുന്ന ഈ രഹസ്യമൊഴിയും വിചാരണയിൽ ഏറ്റവും നിർണായകമാകും. തുടർച്ചയായ രോഗവും സാമ്പത്തിക പ്രതിസന്ധിയും ഒരുപോലെ അലട്ടുമ്പോഴും കേസിൽ മൊഴി നൽകാനടക്കം ബാലചന്ദ്രകുമാർ കൃത്യമായി എത്തിയിരുന്നു. ആസിഫ് അലി നായകനാകുന്ന കൗബോയ്ക്ക് ശേഷം ദിലീപ് നായകനായ പിക് പോക്കറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഇരുവരുമായുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയായിരുന്നു നടിയാക്രമിച്ച സംഭവമുണ്ടായത്. ഇക്കാലത്തെ വിവരങ്ങളാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ആരാധിക മരിച്ച കേസിലാണ് അറസ്റ്റ്. ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഹൈദരാബാദ് പോലീസാണ് നടനെ അറസ്റ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിലേക്കാണ് അല്ലു അർജുനെ കൊണ്ടുപോയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ നേരത്തെ 3 പേർ അറസ്റ്റിലായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, നാടകീയമായ ഒരു നീക്കമാണല്ലോ ഹൈദരാബാദ് പോലീസിലെ ടാസ്ക് ഫോഴ്സ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ അല്ലു അർജുൻ പോലീസിന്റെ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ കേസ് പരിഗണിക്കും മുൻപ് തന്നെ എന്താണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ? മഞ്ജുഷ സൂചിപ്പിക്കുന്നത് പോലെ നാടകീയമായൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് ആണ് ഹൈദരാബാദിൽ എത്തി അദ്ദേഹത്തെ ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹൈദരാബാദിലെ തന്നെ ജൂബിലി ഹിൽസിലെ അല്ലു അർജുന്റെ വസതിയിൽ എത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ അപകട മരണവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചിഗട്പള്ളി പോലീസ് സ്റ്റേഷനിൽ ആണ്. അതുകൊണ്ട് തന്നെ അല്ലു അർജുനെ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയം മുമ്പാണ് ഈ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോയ്ക്ക് ഇടയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടായിരുന്നു യുവതി മരിച്ചത്. ഈ യുവതിയുടെ
മകന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ആണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ പോലീസ് കേസിൽ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധി പ്രസ്താവം ഉണ്ടാകുന്നതിന് മുമ്പാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിവേഗത്തിൽ ഉള്ള നീക്കം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ ജാമ്യ ഹർജി അടക്കം അല്ലെങ്കിൽ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അടക്കം കോടതി പരിഗണിക്കുമ്പോൾ ഈ വിഷയത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. മാത്രവുമല്ല, ഒരു താരം അല്ലെങ്കിൽ ഏറെ ആരാധകരുള്ള ഒരു താരം ആണ് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് പോലീസ് മൗനം പാലിച്ചോ, വേണ്ടത്ര നടപടികൾ എടുത്തില്ലേ എന്ന വിമർശനമടക്കം പോലീസിന് ഒരു പക്ഷേ ഹർജി പരിഗണിക്കുമ്പോൾ നേരിടേണ്ടി വന്നേക്കാം. ഇതുകൊണ്ടുകൂടിയാണ് ഇത്രമേൽ ധൃതിപ്പെട്ട ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിസംബർ 4 ബുധനാഴ്ച രാത്രി 11 മണിക്കായിരുന്നു പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോ നടന്നത്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ആണ് ഇത്തരത്തിൽ തിക്കിലും തിരക്കിലും പെട്ട 35-കാരിയായ രേവതി മരണപ്പെടുകയും രേവതിയുടെ മകന് പരിക്കേൽക്കുകയും ചെയ്തത്. ഈ സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കായിട്ട് അല്ലു അർജുൻ അവിടെ എത്തിയിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്ന് എല്ലാവരും, അതായത് ആരാധകർ ഉൾപ്പെടെയുള്ളവർ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു. ഇങ്ങനെയാണ് ഈ അപകടമുണ്ടായത്. അല്ലു അർജുൻ എത്തുന്ന വിവരം അടക്കം പോലീസിനെ കൃത്യമായി അറിയിച്ചിരുന്നില്ല എന്ന ആരോപണവും പരാതിയും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലു അർജുന് എതിരെ മാത്രമല്ല തിയേറ്റർ ഉടമയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുകയും തിയേറ്റർ ഉടമ ഉൾപ്പെടെ 3 പേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ അല്ലു അർജുൻ കൂടിയായപ്പോൾ ഈ കേസിൽ 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. നടനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കിയ ചാണ്ടി ഉമ്മനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നു. പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പരാതികൾ തുറന്ന സമീപനത്തോടെ കേൾക്കാൻ തയ്യാറാണെന്നുമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന സന്ദേശം. അതേസമയം പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള VD സതീശന്റെ നീക്കത്തിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾ മറന്ന് മുതിർന്ന നേതാക്കൾ കൈകോർക്കുകയാണ്. കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും വിശ്വസ്തർക്ക് പാർട്ടിയിൽ അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്ന വിമർശനം ചാണ്ടി ഉമ്മൻ പരസ്യമാക്കിയതിന് പിന്നാലെയാണ് നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ. പരാതികൾ കേൾക്കാൻ ദേശീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വൈകാതെ അവസരമൊരുക്കുമെന്നാണ് സൂചന. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടി തയ്യാറെടുക്കുന്നതിനിടയിൽ വിവാദ പ്രസ്താവനകൾ നേതൃത്വത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയും ഹൈക്കമാൻഡിനുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂർ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ കൂടിയായ K സുധാകരൻ, K മുരളീധരൻ, ഇങ്ങനെ നീളുന്നു ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസ്താവനയെ മൗനമായി പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ നിര. പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന പരാതി രമേശ് ചെന്നിത്തല നേരത്തെ മുതൽ ഉന്നയിക്കുന്നതാണ്. പ്രവർത്തക സമിതി അംഗമായിട്ടും സംസ്ഥാന കോൺഗ്രസിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സംബന്ധിച്ച് തന്നോട് ചർച്ചകളൊന്നും നടത്താറില്ലെന്ന പരിഭവം ശശി തരൂരിനും ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബോധപൂർവം ബലിയാടാക്കുകയായിരുന്നെന്ന വിലയിരുത്തലാണ് K മുരളീധരന്റെ അസംതൃപ്തിക്ക് കാരണം. ആരോഗ്യം ക്ഷയിച്ചെന്ന പ്രതീതി സൃഷ്ടിച്ച് KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കാൻ മറുചേരി ഗൂഢാലോചന നടത്തുന്നതായാണ് K സുധാകരന്റെ പരാതി. പരിഭവങ്ങൾക്ക് കാരണങ്ങൾ പലതാണെങ്കിലും കാരണക്കാരൻ ഒന്നാണെന്നാണ് ഈ നിരയുടെ വാദം. അതേസമയം ഉപതെരഞ്ഞെടുപ്പുകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെയും മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ എതിർപ്പുകളെ അതിജീവിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് സതീശൻ ക്യാമ്പ്. AI ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള VD സതീശന്റെ നീക്കത്തെ ചെറുക്കാൻ അസംതൃപ്തരായ നേതാക്കൾ കൈകോർക്കുന്ന അപൂർവ കാഴ്ചയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉദ്വേഗമുണർത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ അധ്യക്ഷനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തെ ചൊല്ലിയായിരുന്നു ഭരണ പ്രതിപക്ഷ വാക്പോര് നടന്നത്. ലോക്സഭയിൽ 2 ദിവസത്തെ ഭരണഘടനാ ചർച്ച തുടങ്ങി. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രതിപക്ഷ ആവശ്യത്തെ തുടർന്നാണ് ചർച്ച. കോൺഗ്രസ് ഭരണകാലത്ത് ഭരണഘടനയെ ബഹുമാനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിച്ചെന്നും ഭരണപക്ഷം ആരോപിക്കുന്നു. മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഭരണപക്ഷത്ത് നിന്ന് ചർച്ച തുടങ്ങിയത്. നാളെ വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് മറുപടി നൽകുക. ലോക്സഭാംഗമായ പ്രിയങ്ക ഗാന്ധി കന്നി പ്രസംഗം നടത്തുകയാണ്. തത്സമയം संविधान 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 बार बार इसलिए कह रहे हैं क्योंकि इस चुनाव में इनको पता चल गया कि इस देश की जनता ही इस संविधान को सुरक्षित रखेगी, कि इस चुनाव में हारते हारते जीतने से इन्हें एहसास हुआ कि
ये संविधान बदलने की बात इस देश में नहीं चलेगी। आज जनता की मांग है कि जाति जनगणना हो। सत्ता पक्ष के मेरे साथी ने इसका जिक्र किया। ये जिक्र भी आज इसलिए हो रहा है क्योंकि चुनाव में ये नतीजे आए। ये जाति जनगणना इसलिए जरूरी है ताकि हमें पता चले कि किसकी क्या स्थिति है और नीतियां उस हिसाब से बने। इनकी गंभीरता का प्रमाण ये है कि जब चुनाव में पूरे विपक्ष ने जोरदार आवाज उठाई कि ये जाति जनगणना होनी चाहिए, तो इनका जवाब देखिए। इनका जवाब भैंस भाग भैंस चुरा लेंगे, मंगलसूत्र चुरा लेंगे, इनका ये जवाब था। ये गंभीरता है इनकी जाति जनगणना पर। महोदय, हमारे संविधान ने आर्थिक न्याय की नींव डाली, किसानों, गरीबों और को जमीन बांटी, भूमि सुधार किया, जिसका नाम लेने से कभी कभी आप झिझकते हैं और कभी कभी उनका नाम धड़ाधड़ इस्तेमाल किया जाता है अपने आप को बचाने के लिए। उन्होंने HAL, BHEL, SAIL, GAIL, ONGC, NTPC, रेलवेज, IIT, IIM, ऑयल रिफाइनरी, तमाम PSU बनाए। अध्यक्ष महोदय, उनका नाम पुस्तकों से मिटाया जा सकता है, उनका नाम भाषणों से मिटाया जा सकता है, लेकिन जो उनकी भूमिका रही इस देश की आज़ादी के लिए और इस देश के निर्माण के लिए, वो इस देश में से कभी मिटाया नहीं जा सकता। 75 सालों में जनता का भरोसा रहा कि नीतियाँ बनेंगी तो जनता की भलाई के लिए बनेंगी। जल जंगल जमीन का अधिकार मिला आदिवासी भाई बहनों को। इंदिरा जी ने बैंकों का राष्ट्रीयकरण करवाया, खदानों का राष्ट्रीयकरण कराया। कांग्रेस और यूपीए की सरकारों में शिक्षा का, भोजन का अधिकार मिला। പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പ്രസംഗമാണ് ലോക്സഭയിൽ. ഭരണപ്രതിപക്ഷ ബഹളത്തിനും വാക്പോരിനും ഒടുവിൽ രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖറെ നീക്കാനുള്ള പ്രതിപക്ഷ പ്രമേയത്തെ ചൊല്ലിയായിരുന്നു ബഹളം. 14ാം ദിവസവും രാജ്യസഭയിലെ ഭരണ പ്രതിപക്ഷ പോരിന് മാറ്റമുണ്ടായില്ല. അംഗങ്ങൾക്ക് പകരം ഒന്നാമന്മാർ തമ്മിലായി പോരാട്ടമെന്ന് മാത്രം. ഒരു ഭാഗത്ത് രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, മറുഭാഗത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. ജഗ്ദീപ് ധൻഖറെ രാജ്യസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന പ്രതിപക്ഷ പ്രമേയ നോട്ടീസായിരുന്നു വിഷയം. പക്ഷേ വിഷയത്തിന്റെ മെരിറ്റ് വിട്ട് ഇരുവരും തമ്മിലുള്ള വാക്പോരായി, അതും വ്യക്തിപരമായ വൈകാരിക പ്രതികരണങ്ങളിലൂടെ. താൻ കർഷകന്റെ പുത്രനാണെന്നും അതുകൊണ്ടാണ് ഇത്രയേറെ സഹിക്കാൻ കഴിഞ്ഞതെന്നും കർഷകപുത്രനായ തന്നെ പ്രതിപക്ഷം അപമാനിക്കുകയാണെന്നും ജഗ്ദീപ് ധൻഖർ. നിങ്ങൾ കർഷകപുത്രനാണെങ്കിൽ ഞാൻ കർഷക തൊഴിലാളിയുടെ പുത്രനാണെന്നായിരുന്നു മല്ലികാർജുൻ ഖർഗെയുടെ മറുപടി. ചെയർമാൻ എന്ന നിലയിൽ ധൻഖറിന് കർഷകന്റെ സത്യസന്ധത പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഖർഗെ തിരിച്ചടിച്ചു. ജഗ്ദീപ് ധൻഖറിനെതിരായ പ്രതിപക്ഷ നോട്ടീസിനെ കർഷക ജാട്ട് വികാരമുയർത്തി പ്രതിരോധിക്കാനാണ് ഭരണപക്ഷ ശ്രമം. കർഷകരും പ്രധാനമായും ജാട്ട് വിഭാഗവും നേതൃത്വം നൽകുന്ന കർഷക സമരത്തെ കൂടി ലക്ഷ്യം വെച്ചാണ് BJP നീക്കം. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7220, പവന് 57,760. 18 ക്യാരറ്റ് ഗ്രാമിന് 5970, പവന് 47,760. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.